ഇന്ത്യ പാകിസ്ഥാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബഹ്റൈൻ ആശങ്കയറിയിച്ചിരിക്കുകയാണ്. നിരവധി പേരുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടുത്തിയതായും ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇരുവിഭാഗവും ശാന്തതയും സംയമനവും പാലിക്കണം. കൂടുതൽ സംഘർഷം ഒഴിവാക്കാനും പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ചർച്ചകളുടെ പ്രാധാന്യം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാനും ബഹ്റൈൻ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. വാർത്തകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എയർ സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ചിലയിടങ്ങളിൽ ഇപ്പോഴും എന്നുള്ള വാർത്തയും നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നു. ഇത് കേരളത്തിലെ വിമാനത്താവളങ്ങളിലടക്കം ജാഗ്രതാ നിർദ്ദേശം ഉണ്ട് എന്നുള്ള കാര്യവും നാം ഓർക്കേണ്ടതുണ്ട്. വിമാനയാത്രികർ പലരും ശ്രദ്ധിക്കാനുള്ള കാര്യം, യാത്ര പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് എത്തിയിരിക്കണം. അത് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയാണ്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരളത്തിലും ഇത് ബാധകമാണ്. ഇന്ന് യാത്ര പുറപ്പെടുന്ന എല്ലാവരും ഈ രീതിയിൽ വിമാനയാത്രികർ 3 മണിക്കൂർ മുമ്പ് എത്തണമെന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. സുരക്ഷ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ 3 മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാർ എത്തണമെന്നാണ് എയർ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് വിമാന കമ്പനികളും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം ഓർക്കുക. ചണ്ഡീഗഡിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. അയവില്ലാത്ത ഒരു പോര് ആണ് ഇനി വേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു. പാകിസ്ഥാനിൽ ക്വറ്റ പിടിച്ചെടുത്തുവെന്ന് ബലൂജികൾ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് ഇതിലൂടെ പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്യുന്നു.